ഇന്നുണ്ടാക്കുന്നത് ഒരു പച്ചത്തക്കാളി തോരനാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അരിഞ്ഞതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. തോരനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് പകുതി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, 10 ചുവന്നുള്ളി, അല്പം നല്ല ജീരകം. ഇത്രയും ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ തക്കാളി പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചത്തക്കാളിക്ക് നല്ല വെള്ളമയം ഉള്ളതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തോരൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചുകൂടി വേവിച്ചെടുക്കണം. ആവി വെള്ളമൊക്കെ ഉള്ളതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചത്തക്കാളി തോരൻ തയ്യാറായിട്ടുണ്ട്. ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.